The figure PQ is a chord of a circle and PT is tangent at P such that angle QPT equal to 60 degree. QPT 60 degree ആണ്. Then PRQ ഈ ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്. PRQ എന്നുള്ള ആംഗിൾ കാണണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഈ ആംഗിൾ അറിയണം. അപ്പോൾ ഇവിടെ OP PT ടാൻജന്റ് ആണ്. അപ്പോൾ OP പെർപെൻഡിക്കുലർ ടു PT ആയതുകൊണ്ട് തന്നെ ആംഗിൾ OPT എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആംഗിൾ OPT 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ OPQ നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ OPQ എന്ന് പറയുന്നത് 90യിൽ നിന്ന് 60 മൈനസ് ചെയ്യാം. അപ്പോൾ 30 എന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ 30 എന്ന് കിട്ടും. OPT എന്നുള്ള ആംഗിളിൽ നിന്ന് QPT എന്നുള്ള ആംഗിൾ മൈനസ് ചെയ്ത് OPQ കിട്ടും 30 ഡിഗ്രി. ഇത് 30 ആണെങ്കിൽ ഈ ആംഗിളും 30. കാരണം OPയും OQയും റേഡിയസ് ആണ്. അപ്പോൾ റേഡിയ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ OPQ എന്ന് പറയുന്നതും ആംഗിൾ OQP എന്ന് പറയുന്നതും 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ട്രയാംഗിൾ POQയിൽ ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ആംഗിൾ POQ എന്ന് പറയുന്നത് അതായത് സെൻറ്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഈ രണ്ട് ആംഗിളിന്റെ സമം മൈനസ് ചെയ്യുക. അതായത് 30 + 30. അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. ഈ ആംഗിള് 120 എന്ന് കിട്ടും. ഈ ആംഗിൾ 120 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്സ് ആംഗിൾ വേണം. റിഫ്ലക്സ് ആംഗിൾ എടുക്കുമ്പോൾ റിഫ്ലക്സ് ആംഗിൾ POQ എന്ന് പറയുന്നത് 360 മൈനസ് 120. അപ്പോൾ 240 എന്ന് കിട്ടും. അപ്പോൾ 240 കിട്ടുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പോലെ സർക്കിളിൽ പഠിച്ചൊരു തിയറം, അതായത് സെഗ്മെന്റിലുള്ള ആംഗിൾ സെന്ററിലുള്ള ആംഗിളിന്റെ പകുതിയായിരിക്കും. അപ്പോൾ ഈ റിഫ്ലക്സ് ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും നമ്മൾ ആംഗിൾ PRQ എന്ന് പറയുന്നത്. ആംഗിൾ PRQ ഈക്വൽ ടു ഹാഫ് ഓഫ് റിഫ്ലക്സ് ആംഗിൾ POQ, അതായത് 240/2 that is equal to 120 degree.